ഹായ് ഹലോ. അപ്പൊ ഇന്നൊരു ഡേ ഔട്ട് വീഡിയോ ആണ്. ആദ്യം നമ്മൾ പോയത് കോസ്മോസിലാണ്. ഒരാൾക്ക് ഫുട്ബോൾ ആക്സസറീസ് മേടിക്കാണ്ടത്രേ. എന്റെ ഇടയിൽ ഒരു ചിരിയൊക്കെ പാസ്സാക്കുന്നുണ്ട്. ആ ചിരി പാസ്സാക്കണേ ഓനക്ക് വേണ്ട ഗാഡ്ജറ്റ്സ് മേടിച്ചോണ്ട് മാത്രം കേട്ടോ. അല്ലെങ്കിൽ എന്റെ മുഖം നല്ല കടന്നിലുത്തിയാരിയായിരുന്നു. അതും ഷോപ്പ് അടക്കാൻ നേരത്തെ അതിന്റെ ഉള്ളിൽ കുത്തി കയറിയതാട്ടോ. ഇത് വെച്ചിട്ട് ആ കടക്കാര് വല്ല പാമ്പിനെ ആ ഷൂസിന്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കേണ്ടതാട്ടോ. കടക്കാരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഷൂസും പാട്ടി ഇടാൻ നേരം കൊടുക്കൂല കേട്ടോ. അടിച്ച് പൈപ്പിച്ചു ഞാനവിടെ. ഇപ്പൊ ആ കടക്കാർക്ക് ഇവനെ കണ്ടിട്ട് വല്ല പാവം തോന്നിയിട്ടാണ് അവിടെ ഷൂസൊക്കെ ഇട്ടാൻ കൊടുത്തു. ഏതായാലും അവിടുന്ന് വേണ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും അവിടുന്ന് പെറുക്കിക്കണം. അങ്ങനെ ഓന്റെ പെറുക്കൽ കഴിഞ്ഞപ്പോ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. ഫുഡ് കഴിക്കാൻ മീൻസ് വല്ല ചായൻ്റെ എന്തെങ്കിലും കുടിക്കാൻ. എന്റെ ഗതി കേട്ടോണ്ട് തോന്നുന്നു ആദ്യം വന്നത് ഓന്റെ പയമ്പൊരിയാണ്. ഞാനാണെങ്കിൽ പിന്നെ അറിയാത്തൊരു പീസും തോന്നി. ഇതിനേശം നമ്മളെ ചായ ലൈമും വന്നു. ഓൻ ഓർഡർ ചെയ്ത ചായയാണ്, ഞാൻ ഓർഡർ ചെയ്ത ലൈമാണ്. പയമ്പൊരി അറിയാതെ എന്റെ വയറ്റക്ക് പോയി എന്റെ ലൈം എടുത്തോ കുടിക്കുക കേട്ടോ. ഇതും അറിയാതെ പോയി. അതിനുശേഷം നമ്മൾ നേരെ പോയത് ഫർസ റെസ്റ്റോറന്റ്. കാരണം ഞങ്ങൾ ഇവിടെ ഉള്ളത് അറിഞ്ഞാൽ ഞങ്ങളെ കസിൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ ഒടുക്കത്തെ തിരക്ക്. അതിലൊരാൾ എന്റെ അടുത്ത് വന്നാണ്ട് പറഞ്ഞു, അപ്പൊ ഞാൻ പറഞ്ഞു യെസ് ഞാൻ തന്നെ. ഞാൻ പറഞ്ഞു 5. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ വെറുതെ കേട്ടോ. ഇത് കേട്ട് അവിടെ ചെന്നാണ് എന്റെ പേര് അറിയാൻ. നീ പറഞ്ഞാലൊക്കെ പ്രശ്നമൊന്നുമില്ല, ആൾക്കാർക്കും അറിയില്ല. ഇതിന്റെ ഇടയിൽ ഞാൻ ഇവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മറന്നു. അവളെ പേരാണ് കഴിച്ച് പാത്തു. ഇതിന്റെ അകത്താണെങ്കിൽ ഫുള്ള് ഇരുട്ടാണ്. അതുകൊണ്ട് ഞാൻ ക്യാമറ സൈഡിൽ വെച്ച് വീഡിയോ എടുക്കുക. നീനും പാത്തും പറഞ്ഞു വീഡിയോ നല്ല ക്ലിയർ ഉണ്ട്, എടുത്തു. ഞാനാണെങ്കിൽ ഹൈ ലെവൽ പൊന്തലിയോ ഇവിടെ ഒരു ക്ലിയർ. ഒരു പെട്ടിക്കൂടിനുള്ളിൽ മഞ്ഞങ്ങനെ കത്തുണ്ടെന്നല്ലാണ്ട് എനിക്കൊരു വെളിച്ചൂല. എന്റെ ഇടയിൽ കൂടെ നമ്മൾ ഫുഡൊക്കെ വന്നിട്ടോ. നമ്മൾ ഓർഡർ ചെയ്യാൻ വിചാരിച്ചത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. ബട്ട് ചിക്കൻ ബിരിയാണി ഇല്ല. അതുകൊണ്ട് നമ്മൾ ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്യുന്നത്. പിന്നെ അവിടെ സർവ് ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ സെലിബ്രേറ്റ് തന്നെയാണെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ മന്തിയായി അൽഫാമായോ പിന്നെ അത് എനിക്കൊരു ശല്യവും. അതുകൊണ്ട് പിന്നെ ഞാൻ ആരോടൊന്നും പറഞ്ഞു. സെവനപ്പ് അതൊന്നും ആരും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. എന്നാലും എന്റെ കൂടെ കുറെ ആൾക്കാർ ടിഷ്യൂ പേപ്പർ കൊണ്ടുവന്നിട്ടോ. എന്തിനെ ഒപ്പിട്ടെടുക്കാൻ. ബട്ട് സാഹചര്യമുള്ള സമ്മർദ്ദം പോലും ഞാൻ ആർക്കും ഒപ്പിട്ട് കൊടുത്തില്ല ഗൈസ്. എന്താ പ്രത്യേകിച്ച് പറഞ്ഞത്, ഞാൻ തിന്നണം അതുകൊണ്ട് തന്നെ. പിന്നെ ഫുഡ് അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ കാണാൻ ഒരു അണ്ണൻ അടിച്ചാലും മുങ്ങിയറിയില്ല. അങ്ങനെ നമ്മള് പാത്രമൊക്കെ കാലിയാക്കി കൊടുത്ത് ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു കൊടുത്ത് നേരെ ഇറങ്ങി. എന്നിട്ട് നമ്മൾ നേരെ തൊട്ടടുത്തുള്ള സൈൻ ലെവലിലാണ് പോയത്. കുറച്ച് ഹെവി ആയിട്ടൊക്കെ തിന്നതല്ലേ, ഇനി സ്വല്പം മധുരമാവാം. ഇവള് ഇവിടുത്തെ സെക്യൂരിറ്റി ആട്ടോ. സെൽഫ് സർവീസിന്റെ പണിയെടുക്കാൻ വിളി ചെയ്യും. ഇവക്ക് വേണമെങ്കിൽ കൂലിയായിട്ട് എപ്പോഴെങ്കിലും ഒരു ന്യൂട്ടലൊക്കെ ഒന്ന് തൊട്ട് വെക്കാൻ കൊടുത്താൽ മതി. നമ്മൾ ഓർഡർ ചെയ്തത് ന്യൂട്ടല ഫ്ലേവർ തന്നെ ആയിരുന്നു. കാരണം നമുക്ക് വേണ്ടി സെക്യൂരിറ്റി പണിയെടുത്ത ഓളല്ലേ, അതുകൊണ്ട് ഓള് പറഞ്ഞ ഫ്ലേവർ തന്നെ മേടിച്ചു. ഓപ്പൺ ആക്കിയത് ഓർമ്മയുള്ളൂ കഴിച്ചു. പിന്നെ പലതും പല വൈക്കിന് പോയിട്ടത്. എന്താപ്പോ ഞാൻ തിന്നണതൊന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ്. ആ വീഡിയോ എടുത്തപ്പോ ഇതൊരു പഞ്ചായത്ത് കോൾ അയക്കണു. ഈ ക്യാമറമാനായുള്ള പ്രശ്നം കേട്ടോ. പോയാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലാവുന്നു. ക്യാമറമാനായാലേ ക്യാമറ നോക്കി പിടിച്ചിരിക്കേണ്ടി വരും. തിന്നാൻ കിട്ടൂല. അനുഭവം ഗുരു. അതിന്റെ ഒരു കോലം നോക്കി ഇതൊന്നും ഞാൻ തിന്നല്ലോ. ഇവർ രണ്ടോളം തിന്നതാണ്. ഞാൻ പാവം നിഷ്കളങ്കയും ആയതുകൊണ്ട് ഞാൻ ആരോടൊന്നും ചോദിച്ചില്ല. അപ്പൊ എത്രയുള്ളൂ. ബൈ.